തകർന്നു കിടക്കുന്ന യെരൂശലേമിൻ്റെ അവസ്ഥയെക്കുറിച്ച് നെഹമ്യാവ് കേട്ടപ്പോൾ വളരെ ദുഃഖത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഒക്കെ തുടങ്ങി. തൻ്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെ കാണാൻ പറ്റുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ വന്ന എല്ലാ കുറവുകളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നെഹമ്യാവിനെയാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച നെഹമ്യാവിനെ തന്നെ യെരൂശലേമിനെ പണിയേണ്ടതിന് ദൈവം എഴുന്നേൽപ്പിച്ചു. ഇന്ന് ഞാൻ നിങ്ങളോട് കൈമാറുന്നത് തകർന്നു കിടക്കുന്ന അവസ്ഥകളെ പണിയുവാൻ ദൈവസന്നിധിയിൽ ഉപവസിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഉണ്ടാകേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വന്നുപോയ വീഴ്ചകളെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നല്ലൊരു മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെയെങ്കിൽ തകർന്നു കിടക്കുന്ന അവസ്ഥകളെ പണിയുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കും. ആമേൻ.